നമസ്കാരം, ഏവർക്കും സ്റ്റഡി നിഫ്റ്റി മലയാളത്തിന്റെ ഡെയിലി മാർക്കറ്റ് ന്യൂസിലേക്ക് സ്വാഗതം. ഇന്ന് ഡിസംബർ 12 വ്യാഴാഴ്ചയാണ്. ഇന്ത്യൻ മാർക്കറ്റുകളെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട ഒരു ദിവസം തന്നെയാണ്. കാരണം ഇന്ത്യയുടെ ഇൻഫ്ലേഷൻ ഡാറ്റ ഇന്നാണ് പുറത്തു വരുന്നത്. ഗ്ലോബൽ മാർക്കറ്റുകളിൽ ഇന്നലെ US നിന്നും കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ് ഡാറ്റ പുറത്തു വന്നിരുന്നു. അതായത് അവിടെ നിന്നും ഇൻഫ്ലേഷൻ ഡാറ്റ പുറത്തു വന്നു. ഈ റിപ്പോർട്ടിന് ശേഷം ഫെഡറൽ റിസർവ് പലിശ നിരക്കും കുറയ്ക്കും എന്ന സാധ്യതകൾ കൂടുകയാണ് ഉണ്ടായത്. ഇതോടെ നാസ്ഡാക്ക് ഇതാദ്യമായി 20,000 എന്ന മാർക്ക് ടച്ച് ചെയ്തിരിക്കുന്നു. ഇന്നലെ US ടെക്നോളജി സെക്ടർ തന്നെയായിരുന്നു ഫോക്കസിൽ ഉണ്ടായിരുന്നത്. ഈ കാരണം കൊണ്ട് തന്നെ ഇന്ന് നമ്മുടെ ഇന്ത്യൻ മാർക്കറ്റിൽ ടെക്നോളജി സെക്ടർ തന്നെയായിരിക്കും ഫോക്കസിൽ ഉണ്ടായിരിക്കുക. ഇന്നലെ ക്ലോസ് ചെയ്ത യൂറോപ്യൻ മാർക്കറ്റുകളും ഇപ്പോൾ ഓപ്പൺ ചെയ്തിരിക്കുന്ന ഏഷ്യൻ മാർക്കറ്റുകളും പോസിറ്റീവിൽ തന്നെയാണ്. ഇന്ന് ഏറ്റവും പ്രധാനപ്പെട്ട ഇൻഫ്ലേഷൻ ഡാറ്റയാണ് പുറത്തു വരുന്നത്. ഇൻഫ്ലേഷൻ കുറയും എന്ന പ്രതീക്ഷയിൽ തന്നെയാണ് അനലിസ്റ്റുകളെല്ലാം ഉള്ളത്. പ്രതീക്ഷിച്ചതുപോലെ ഇൻഫ്ലേഷൻ കുറയുകയാണെങ്കിൽ അത് എക്കോണമിയെ സംബന്ധിച്ച് പോസിറ്റീവ് ആവാൻ സാധ്യതയുണ്ട്. ഇന്നൊരു നെഗറ്റീവായിട്ടുള്ള വാർത്ത കൂടി പറയാനുള്ളത്, ഏഷ്യൻ ഡെവലപ്മെന്റ് ബാങ്ക് ADB ഇന്ത്യയുടെ വളർച്ചാ പ്രവചനം 7% നിന്ന് 6.5% കുറച്ചിരിക്കുന്നു. നിഫ്റ്റിയുടെയും ബാങ്ക് നിഫ്റ്റിയുടെയും അനാലിസിസ് കൂടി ഈ വീഡിയോയുടെ അവസാനമായിട്ട് നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. എല്ലാവരും വീഡിയോ മുഴുവനായി തന്നെ കാണാൻ ശ്രമിക്കുക. ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് നമ്മുടെ ലൈക്കുകൾ വളരെയേറെ കുറഞ്ഞു പോകുന്നുണ്ട്. സുഹൃത്തുക്കൾ പരമാവധി ലൈക്ക് ചെയ്യാൻ ശ്രമിക്കുക. ഇന്നത്തെ നമ്മുടെ ലൈക്ക് ടാർഗറ്റ് 200 ലൈക്കുകൾ തന്നെയാണ്. കൂടാതെ രാവിലെ 9 മണി മുതൽ 3:30 വരെ നമ്മുടെ എഡ്യൂക്കേഷണൽ വ്യൂസ് നമ്മൾ നമ്മുടെ പെയ്ഡ് ടെലഗ്രാം ചാനലിലാണ് കൊടുക്കാറുള്ളത്. സ്റ്റുഡൻസിന് ഇപ്പോൾ ജോയിൻ ചെയ്യാൻ 50% ഡിസ്കൗണ്ടാണ് ക്രിസ്മസ് ന്യൂ ഇയർ ഓഫറിനുമായി ബന്ധപ്പെട്ട് നമ്മൾ കൊടുക്കുന്നത്. അത്തരത്തിൽ ആർക്കെങ്കിലും നമ്മുടെ ടെലഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും അതുപോലെ കമൻറ്റ് ബോക്സിലും നമ്മൾ അതിൻ്റെ ഡീറ്റെയിൽസ് പിൻ ചെയ്തിട്ടുണ്ട്. കൂടാതെ നിങ്ങൾക്ക് അതിലെ ലിങ്ക് വഴി ജോയിൻ ചെയ്യാവുന്നതുമാണ്. ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് വാർത്തകളിലേക്ക്. ഏഷ്യൻ ഡെവലപ്മെന്റ് ബാങ്ക് ADB ഇന്ത്യയുടെ വളർച്ചാ പ്രവചനം ഫിനാൻഷ്യൽ ഇയർ 2025 6.5% കുറച്ചിരിക്കുന്നു. നടപ്പ് സാമ്പത്തിക വർഷത്തിലെ ഇന്ത്യയുടെ സാമ്പത്തിക വളർച്ചയുടെ എസ്റ്റിമേറ്റ് 7% നിന്ന് 6.5% ADB കുറച്ചിരിക്കുന്നത്. തരം താഴ്ത്തലിന്റെ കാരണങ്ങൾ നോക്കാം. ഫിനാൻഷ്യൽ ഇയർ 2025 രണ്ടാം പാദത്തിൽ പ്രതീക്ഷിച്ചതിലും കുറഞ്ഞ വളർച്ചയാണ് രേഖപ്പെടുത്തിയത്. കർശനമായ പണനയവും ഉയർന്ന ഭക്ഷ്യവിലയും കാരണം ദുർബലമായ വ്യാവസായിക ഉൽപാദനമാണ് ഉണ്ടായത്. കൂടാതെ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ കുറയുകയുണ്ടായി. എന്നാൽ ഭാവിയിലേക്കുള്ള ചില പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളായി ഈ റിപ്പോർട്ടിൽ പറയുന്നത്, കർഷക മേഖലയിൽ മികച്ച പ്രകടനമാണ് ഇപ്പോൾ ഉള്ളത്. സേവന മേഖലയുടെ പ്രതിരോധം കൂടാതെ ബ്രന്റ് ഓയിൽ വില കുറയുന്നതും ഒരു നല്ല പോസിറ്റീവായിട്ടുള്ള കാര്യം തന്നെയാണ്. ഒരു നെഗറ്റീവായിട്ടുള്ള വാർത്തയാണെങ്കിലും കാര്യമായിട്ടുള്ള ഇമ്പാക്റ്റ് ഒന്നും ഇത് ഇന്ത്യൻ മാർക്കറ്റിൽ ഉണ്ടാക്കാനുള്ള സാധ്യതയില്ല. മറ്റൊരു വാർത്തയുള്ളത് ബജാജ് ഫിനാൻസുമായി ബന്ധപ്പെട്ടതാണ്. കമ്പനി നല്ല ഭാവി സാധ്യതകളും AI തന്ത്രങ്ങളും പങ്കിട്ടതിന് ശേഷം ബജാജ് ഫിനാൻസിന്റെ ഓഹരി വിലയിൽ വർധനമുണ്ടായി. എന്നാൽ ചില വിദഗ്ധരുടെ അഭിപ്രായ പ്രകാരം അസറ്റ് ക്വാളിറ്റിയിലും ക്രെഡിറ്റ് ചെലവുകളിലും ഒരു വർധനവുണ്ടാവാൻ ഇനി വരുന്ന ക്വാർട്ടറുകളിൽ സാധ്യതയുണ്ട് എന്ന് പറയുന്നു. ഇത് കമ്പനിയെ സംബന്ധിച്ച് ഒരു വെല്ലുവിളിയാവാനുള്ള സാധ്യതയുമുണ്ട്. ഇന്നത്തെ പ്രധാനപ്പെട്ട കുറച്ച് സ്റ്റോക്ക് ന്യൂസുകളിലേക്കാണ്. ആദ്യം TT ലിമിറ്റഡ് സ്റ്റോക്ക് സ്പ്ലിറ്റ് പരിഗണിക്കുന്നതിനായി ഡിസംബർ 16 ബോർഡ് യോഗം ചേരും. അടുത്തത് ഇന്ത്യൻ റെയിൽവേ ഫിനാൻസ് കോർപ്പറേഷനാണ്. കമ്പനിക്ക് പുതിയ ഒരു നികുതി ഓർഡർ ലഭിച്ചിരിക്കുന്നു. 231 കോടി രൂപയുടേതാണ് ഓർഡർ. അടുത്തത് നുവാമ വെൽത്ത് മാനേജ്മെന്റ് എന്ന കമ്പനിയാണ്. എഡൽ ഫിനാൻസ് കമ്പനിയും ഇക്യാപ് ഇക്വിറ്റീസും നുവാമ വെൽത്ത് കെയറിന്റെ 7.1% ഓഹരികൾ ഒരു ബ്ലോക്ക് ഡീലിലൂടെ വിൽക്കാൻ സാധ്യതയുണ്ട് എന്ന് വാർത്ത വരുന്നു. ഫ്ലോർ പ്രൈസായി നിശ്ചയിച്ചിരിക്കുന്ന 6,800 രൂപയാണ്. അടുത്തത് റിലയൻസ് പവറാണ്. കമ്പനിയുടെ അനുബന്ധ സ്ഥാപനമായ റിലയൻസ് NU സൺടെക്കിന് സോളാർ എനർജി കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയിൽ നിന്ന് ബാറ്ററി എനർജി സ്റ്റോറേജ് സിസ്റ്റം പദ്ധതിക്കായി 930 മെഗാവാട്ട് സൗരോർജ്ജ കരാർ ലഭിച്ചു. മറ്റൊരു കാര്യമുള്ളത്, നമ്മുടെ സ്പെഷ്യൽ ഓഫർ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ്. 50% ഡിസ്കൗണ്ടിലാണ് നമ്മുടെ പ്രീമിയം ടെലഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാനുള്ള അവസരമായിട്ട് സ്റ്റുഡൻസിന് വന്നു ചേർന്നിരിക്കുന്നത്. അപ്പോൾ ക്രിസ്മസ് ന്യൂ ഇയർ ഓഫറിൻ്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിൽ ഒരു ഓഫർ ഉള്ളത്. അതുകൊണ്ട് എല്ലാവരും പരമാവധി പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്യാൻ ശ്രമിക്കുക. മറ്റൊരു വാർത്തയുള്ളത് ശക്തി പമ്പ്സുമായി ബന്ധപ്പെട്ടതാണ്. ശക്തി പമ്പ്സിന് ഒരു വലിയ ഓർഡറാണ് ലഭിച്ചിരിക്കുന്നത്. മഹാരാഷ്ട്ര സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡിൽ നിന്നും 754 കോടി രൂപയുടെ ഓർഡറാണ് കമ്പനിക്ക് ലഭിച്ചത്. ശക്തി പമ്പ്സിനെ സംബന്ധിച്ച് വളരെ പോസിറ്റീവായിട്ടുള്ള വാർത്ത തന്നെയായിരുന്നു. അടുത്തത് ശ്രീറാം ഫിനാൻസ് ആണ്. 3,929 കോടി രൂപയ്ക്ക് ശ്രീറാം ഹൗസിംഗ് ഫിനാൻസ് ലിമിറ്റഡിനെ
വാർബർഗ് പിൻകൽസിലേക്ക് കൈമാറ്റം ചെയ്തിരിക്കുന്നു. മറ്റൊരു കമ്പനി വേദാന്തയാണ്. 4ാമത് ഇൻട്രീം ഡിവിഡൻഡ് പരിഗണിക്കുന്നതിനായി ഡിസംബർ 16 ബോർഡ് യോഗം ചേരും. അടുത്തത് വാരി എനർജീസ് എന്ന കമ്പനി. മധ്യപ്രദേശിൽ 170 മെഗാവാട്ട് സോളാർ പവർ പ്ലാന്റ് വികസിപ്പിക്കുന്നതിന് കമ്പനിയുടെ അനുബന്ധ സ്ഥാപനമായ വാരി ഫോറവർ എനർജീസിന് ഒരു ഓർഡർ ലഭിച്ചിരിക്കുന്നു. ഇന്ന് F&O സെഗ്മെന്റിൽ ബാനായ സ്റ്റോക്കുകൾ ഹിന്ദുസ്ഥാൻ കോപ്പർ, ഗ്രാനുൾസ് ഇന്ത്യ, മണപ്പുറം ഫിനാൻസ്, മെട്രോപോളിസ് ഹെൽത്ത് കെയർ, PVR ഇനോക്സ്, RBL ബാങ്ക് തുടങ്ങിയവയാണ്. ഗ്ലോബൽ മാർക്കറ്റ് സെഗ്മെന്റിൽ ആദ്യം FIDE ആക്ടിവിറ്റിയാണ്. FIs ഇന്നലെ സെല്ലിങ്ങിലേക്കാണ് പോയത്. ക്യാഷ് മാർക്കറ്റിൽ 1022 കോടി രൂപയ്ക്ക് സെല്ല് ചെയ്തു. DIs ആവട്ടെ 2008 കോടി രൂപയ്ക്ക് ബൈ ചെയ്തു. കഴിഞ്ഞ കുറച്ച് മാസങ്ങളിലെ FIsന്റെ ആക്ടിവിറ്റി പരിശോധിക്കുമ്പോൾ ഇത് വളരെ കുറഞ്ഞ ഒരു സെല്ലിംഗ് മാത്രമാണ്. US മാർക്കറ്റിലേക്ക് US നിന്നും പണപ്പെരുപ്പ് റിപ്പോർട്ട്, അതായത് CPI ഇൻഫ്ലേഷൻ ഡാറ്റയാണ് ഇന്നലെ പുറത്തു വന്നത്. ഇതോടെ ഈ റിപ്പോർട്ട് പുറത്തു വന്നതോടെ ഫെഡറൽ റിസർവ് പലിശ നിരക്ക് കുറയ്ക്കുമെന്ന പ്രതീക്ഷകൾ കൂടുകയുണ്ടായി. ഈ കാരണം കൊണ്ട് തന്നെ ടെക് സ്റ്റോക്കുകൾ ഉയരുകയുണ്ടായി. നാസ്ഡാക്ക് 20,000 എന്ന മാർക്ക് ടച്ച് ചെയ്തു. നാസ്ഡാക്ക് 1.77% ഉയർന്നത്. എന്നാൽ US നിയമനിർമ്മാതാക്കൾ അവരുടെ ലാഭം കുറയ്ക്കുന്നതിനായി കാണുന്ന ഒരു ബിൽ അവതരിപ്പിച്ചതിനാൽ ഡൗ ജോൺസ് ഇൻഡസ്ട്രിയൽ ആവറേജ് ഇന്നലെ ഇടിയുകയാണ് ഉണ്ടായത്. 0.22% ഇടിഞ്ഞു. ഇന്നലെ S&P 500 11 സെക്ടറുകളും പോസിറ്റീവിൽ തന്നെയായിരുന്നു. അതിൽ കൂടുതൽ നേട്ടമുണ്ടാക്കിയത് കമ്മ്യൂണിക്കേഷൻ സർവീസസ്, ടെക്നോളജി, കൺസ്യൂമർ ഡിസ്ക്രിഷണറി സെക്ടറുകളായിരുന്നു. ഇനി ലേബർ ഡിപ്പാർട്ട്മെന്റ് റിപ്പോർട്ട് കാണിക്കുന്നത് നവംബറിൽ US ഉപഭോക്തൃ വില 7 മാസത്തിനിടയിലെ ഏറ്റവും ഉയർന്ന വർധനവാണ് കാണിക്കുന്നത്. എന്നിരുന്നാലും വിപണിയുടെ പ്രതീക്ഷകൾക്ക് അനുസൃതമായിട്ട് തന്നെയാണ് ഡാറ്റ പുറത്തു വന്നത്. ഇനി CME ഫെഡ് വാച്ച് ടൂൾ കാണിച്ചു തരുന്നത് നവംബർ 18 നടക്കുന്ന ഫെഡറൽ റിസർവ് മീറ്റിംഗിൽ 25 ബേസിസ് പോയിന്റ്സ് റേറ്റ് കട്ടിനുള്ള സാധ്യത ഇപ്പോഴത്തെ നിലവെച്ച് 96%. ഇന്നലെ ഡാറ്റ വരുന്നതിന് മുൻപ് അത് 86%. അതായത് പുറത്തു വന്ന ഡാറ്റയ്ക്ക് ശേഷം റേറ്റ് കട്ടിന്റെ സാധ്യതകൾ കൂടി എന്നർത്ഥം. ഇനി US 10-year ട്രഷറി ബോണ്ട് ഈൽഡുകൾ 5.2 ബേസിസ് പോയിന്റ്സ് ഉയർന്ന് 4.271%. സ്റ്റോക്കുകളിലേക്ക് വന്നാൽ ടെസ്ല ഇന്നലെ 6% ഉയർന്നു. എൻവിഡിയ, ആൽഫബറ്റ്, ആമസോൺ എന്നിവ 1 മുതൽ 5% വരെയാണ് ഉയർന്നത്. ഇനി US ലിസ്റ്റ് ചെയ്ത ഇന്ത്യൻ കമ്പനികളുടെ പ്രകടനത്തിലേക്കാണ്. ടെക് സൈഡിൽ ഇൻഫോസിസ് 0.52% നേട്ടത്തിലും വിപ്രോ ഒരു മ്യൂട്ടഡ് അവസ്ഥയിലുമാണ് ക്ലോസ് ചെയ്യുന്നത്. ICICI ബാങ്ക് 0.42% ഉയർന്നപ്പോൾ HDFC ബാങ്ക് 0.37% ഇടിഞ്ഞു. ഡോക്ടർ റെഡ്ഡി 0.98% ഉയരുകയാണ് ഉണ്ടായത്. റിലയൻസ് ഇൻഡസ്ട്രീസ് 0.35% ഇടിഞ്ഞു. ഇപ്പോൾ ട്രേഡിംഗ് നടക്കുന്ന US മാർക്കറ്റിന്റെ ഫ്യൂച്ചേഴ്സ് ഡൗ ജോൺസും S&P 500ഉം 0.11% ഇടിവിലാണ്. യൂറോപ്യൻ മാർക്കറ്റുകളിലേക്ക് ഇന്നലെ യൂറോപ്പിലെ എല്ലാ മാർക്കറ്റുകളും പോസിറ്റീവിൽ തന്നെയാണ് ക്ലോസ് ചെയ്യുന്നത്. UK മാർക്കറ്റ് FTSE 0.26% ഉയർന്നപ്പോൾ ഫ്രാൻസ് മാർക്കറ്റ് CAC 0.39% ഉയർന്നു. ജർമ്മൻ മാർക്കറ്റ് ഡാക്സ് 0.34% ഉയർന്നത്. പാൻ യൂറോപ്യൻ സ്റ്റോക്ക് 600 0.28% ഉയർന്നു. ഇന്നലെ ഇവിടെ മീഡിയ സ്റ്റോക്കുകളാണ് കൂടുതൽ നേട്ടമുണ്ടാക്കിയത്. 1.4% ഉയർന്നു. റീറ്റെയിൽ സ്റ്റോക്കുകൾ 1.7% ഇടിവും രേഖപ്പെടുത്തി. ഇപ്പോൾ ട്രേഡിംഗ് നടക്കുന്ന യൂറോപ്യൻ മാർക്കറ്റിന്റെ ഫ്യൂച്ചേഴ്സ് ഡാക്സ് 0.01% ഇടിവിലും CAC 0.02% നേട്ടത്തിലും FTSE 0.02% ഇടിവിലും ട്രേഡ് ചെയ്യുന്നു. ഏഷ്യൻ മാർക്കറ്റുകളിലേക്ക് ഇപ്പോൾ ഓപ്പൺ ചെയ്തിരിക്കുന്ന ഏഷ്യൻ മാർക്കറ്റുകളെല്ലാം പോസിറ്റീവിൽ തന്നെയാണ്. ഗിഫ്റ്റ് നിഫ്റ്റി ഇപ്പോൾ ഉള്ളത് 24,751 എന്ന നിലയിലാണ്. 16.50 പോയിന്റ്സ് അപ്സൈഡിലാണ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത്. ഇപ്പോൾ സമയം 6 മണി കഴിഞ്ഞ് 55 മിനിറ്റാണ്. ഇപ്പോഴത്തെ ഈ ഒരു നില വെച്ച് നിഫ്റ്റിയിൽ ഏകദേശം 10 മുതൽ 15 പോയിന്റ്സിന്റെ ഒരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിങ്ങിനാണ് സാധ്യതയുള്ളത്. ഇനി ജപ്പാൻ മാർക്കറ്റ് 1.66% നേട്ടത്തിലാണ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത്. കോസ്പി മാർക്കറ്റ് 0.48% നേട്ടത്തിലും ട്രേഡ് ചെയ്യുന്നു. സിംഗപ്പൂർ മാർക്കറ്റ് ഒരു മ്യൂട്ടഡ് അവസ്ഥയിലാണ് ഇപ്പോൾ ഉള്ളത്. ഓയിൽ പ്രൈസുകളിലേക്ക് റഷ്യൻ എണ്ണ പ്രവാഹത്തെ ഭീഷണിപ്പെടുത്തുന്ന ഒരു അധിക ഉപരോധം യൂറോപ്യൻ യൂണിയൻ അംഗീകരിച്ചതിനെ തുടർന്ന് ബുധനാഴ്ച എണ്ണവില കുതിച്ചുയരുകയുണ്ടായി. 1.5% എണ്ണവില ഉയർന്നത്. ബ്രന്റ് ഫ്യൂച്ചേഴ്സ് ഉള്ളത് $73.57 പെർ ബാരൽ എന്ന നിലയിലാണ്. 0.06% നേട്ടത്തിൽ. WTI ഉള്ളത് $70.38 പെർ ബാരൽ എന്ന നിലയിൽ 0.13% നേട്ടത്തിൽ ട്രേഡ് ചെയ്യുന്നു. ഇനി ഇന്നലെ ക്ലോസ് ചെയ്ത നിഫ്റ്റിയിലേക്കാണ്. 24,641 31 പോയിന്റ്സ് ഉയർന്നാണ് നിഫ്റ്റി ഇന്നലെ ക്ലോസ് ചെയ്യുന്നത്. ഇന്നലെ നിഫ്റ്റി ശരിക്കും വാച്ച് ചെയ്തവർക്കറിയാം 24,691 എന്ന ഹൈ ടച്ച് ചെയ്തതിന് ശേഷം നിഫ്റ്റി ഡൗൺ ആവുന്ന ഒരു കാഴ്ച കണ്ടു. അതായത് ഏകദേശം 24,700 റേഞ്ചിലായിട്ട് നല്ല റെസിസ്റ്റൻസ് ആണ് കാണാൻ കഴിയുന്നത്. കൂടാതെ കഴിഞ്ഞ 3-4 ദിവസങ്ങളായിട്ട് നിഫ്റ്റി ഒരു റേഞ്ച് ബൗണ്ടിൽ തന്നെയാണുള്ളത്. ഡൗൺ സൈഡിൽ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ലെവലുകൾ 24,500 മുതൽ 24,550 വരെയുള്ള ലെവൽ തന്നെയാണ്. അപ്സൈഡിൽ നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത് 24,700 അതിനുശേഷം 24,850 എന്ന കഴിഞ്ഞ വ്യാഴാഴ്ചത്തെ ഹൈ ആയിട്ടുള്ള ലെവലാണ്.
അടുത്തതായി മാക്സിമം ഓപ്പൺ ഇൻട്രസ്റ്റ് രേഖപ്പെടുത്തിയ കോൾ സൈഡിലെയും മുട്ട് സൈഡിലെയും സ്ട്രൈക്കുകളിലേക്കാണ്. കോൾ സൈഡിൽ കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്ന ആദ്യത്തെ സ്ട്രൈക്ക് 24,000 അതിനുശേഷം 24,700 സ്ട്രൈക്കിലും അതിനുശേഷം 24,500 സ്ട്രൈക്കിലുമാണ്. പുട്ട് സൈഡിൽ കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്ന ആദ്യത്തെ സ്ട്രൈക്ക് 24,000 അതിനുശേഷം 24,500 സ്ട്രൈക്കിലും അതിനുശേഷം 23,800 സ്ട്രൈക്കിലുമാണ്. ഓപ്പൺ ഇൻട്രസ്റ്റ് ഡാറ്റ പ്രകാരം റെസിസ്റ്റൻസ് ആവാൻ സാധ്യതയുള്ളത് 24,700 സപ്പോർട്ട് ആവാൻ സാധ്യതയുള്ളത് 24,500. അടുത്തതായി ഇപ്പോഴത്തെ ഒരു മാർക്കറ്റ് സെന്റിമെന്റ് പരിശോധിക്കുന്നതിനായി ചേഞ്ച് ഇൻ ഓപ്പൺ ഇൻട്രസ്റ്റ് ഡാറ്റ പരിശോധിക്കാം. ആദ്യം ATM സ്ട്രൈക്കായി 24,600 സ്ട്രൈക്കിൽ 80% വർധനവാണ് പുട്ട് സൈഡിൽ കാണുന്നത്, ലോങ് ബിൽഡപ്പാണ്. 39% വർധനവ് കോൾ സൈഡിൽ കാണാം, ഷോർട്ട് ബിൽഡപ്പ്. 24,550 സ്ട്രൈക്കിൽ 86% വർധനവ് പുട്ട് സൈഡിൽ, ലോങ് ബിൽഡപ്പ്. എന്നാൽ 21% ഇടിവാണ് കോൾ സൈഡിൽ കാണുന്നത്, ഒരു ഷോർട്ട് കവറിംഗ് ആണ് ആ സ്ട്രൈക്കിൽ കോൾ സൈഡിൽ നടക്കുന്നത്. 24,650 സ്ട്രൈക്കിൽ 102% വർധനവ് പുട്ട് സൈഡിൽ, ലോങ് ബിൽഡപ്പ് കാണാം. 69% വർധനവ്, ഒരു ഷോർട്ട് ബിൽഡപ്പ് കോൾ സൈഡിലും കാണാം. പ്രധാനപ്പെട്ട ഈ 3 സ്ട്രൈക്കുകൾ കമ്പയർ ചെയ്യുമ്പോൾ മാർക്കറ്റിനെ മുകളിലേക്ക് കൊണ്ടുപോകാൻ കഴിവുള്ള പുട്ട് സെല്ലേഴ്സിനാണ് കുറച്ച് ശക്തി കൂടുതലുള്ളതെന്ന് കാണാം. ഇന്നലെയും നിഫ്റ്റിയിൽ ഒരു ഡോജി ക്യാൻഡിൽ തന്നെയാണ് ഫോം ആയിരിക്കുന്നത്, ഇൻഡിസിഷൻ തന്നെയാണ് അതും സൂചിപ്പിക്കുന്നത്. ബാങ്ക് നിഫ്റ്റിയിലേക്ക് 53,391 186 പോയിന്റ്സ് ഇടിഞ്ഞാണ് ബാങ്ക് നിഫ്റ്റി ഇന്നലെ ക്ലോസ് ചെയ്യുന്നത്. ബാങ്ക് നിഫ്റ്റിയിലും കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായിട്ട് ഒരു റേഞ്ച് ബൗണ്ട് ആക്ഷൻ തന്നെയാണ് കാണുന്നത്. കൂടാതെ 53,900 മുകളിലായിട്ട് ക്ലോസ് ചെയ്യാൻ കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായിട്ട് കഴിഞ്ഞിട്ടില്ല. പക്ഷേ ചാനൽ പാറ്റേണിൻ്റെ പിവറ്റിന് മുകളിലായിട്ട് ട്രേഡ് ചെയ്യുന്നു എന്നതൊരു പോസിറ്റിവിറ്റി തന്നെയാണ്. ബാങ്ക് നിഫ്റ്റിയിൽ ആ പിവറ്റിൽ ടച്ച് ചെയ്തിട്ട് ഒന്നില്ലെങ്കിൽ താഴേക്ക് വരാനോ അല്ലെങ്കിൽ ഒരു റിവേഴ്സൽ സംഭവിക്കാനോ അല്ലെങ്കിൽ 53,900 ബ്രേക്ക് ചെയ്യാനോ ഉള്ള സാധ്യതകളാണ് ബാങ്ക് നിഫ്റ്റിക്കുള്ളത്. ഇനി മാക്സിമം ഓപ്പൺ ഇൻട്രസ്റ്റ് രേഖപ്പെടുത്തിയ കോൾ സൈഡിലെയും പുട്ട് സൈഡിലെയും സ്ട്രൈക്കുകളിലേക്കാണ്. ആദ്യം കോൾ സൈഡിൽ 54,000 കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്ന ആദ്യത്തെ സ്ട്രൈക്ക് ഉള്ളത്, അതിനുശേഷം 55,000 സ്ട്രൈക്കും അതിനുശേഷം 56,000 സ്ട്രൈക്കിലുമാണ്. പുട്ട് സൈഡിൽ കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്ന ആദ്യത്തെ സ്ട്രൈക്ക് 52,000 അതിനുശേഷം 52,500 സ്ട്രൈക്കിലും അതിനുശേഷം 53,500 സ്ട്രൈക്കിലുമാണ്. ഓപ്പൺ ഇൻട്രസ്റ്റ് ഡാറ്റ പ്രകാരം ഒരു റെസിസ്റ്റൻസ് ആവാൻ സാധ്യതയുള്ളത് 54,000, സപ്പോർട്ട് ആവാൻ സാധ്യതയുള്ളത് 52,500. ഓപ്ഷൻസിലൊക്കെ ട്രേഡ് എടുക്കുന്നവർക്ക് വളരെയേറെ ഉപകാരപ്പെടുന്ന ധാരാളം ഡാറ്റകൾ ലഭിക്കുന്ന ധാരാളം സൈറ്റുകളുണ്ട്. അത്തരത്തിൽ വളരെ ഉപകാരപ്രദമാണെന്ന് തോന്നുന്ന ഒരു സൈറ്റാണ് ഈ OI പൾസ്. റെക്കമെൻഡേഷൻ ഒന്നുമല്ല, ആർക്കെങ്കിലും വേണമെങ്കിൽ അതിൻ്റെ ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിട്ടുണ്ട്, അല്ലാതെയും ജോയിൻ ചെയ്യാവുന്നതാണ്. ഇന്ത്യ വിക്സിലേക്ക് വീണ്ടും ഇന്ത്യ വിക്സ് ഇടിഞ്ഞതാണ് ഇന്നലെ കണ്ടത്. 13.27-ൽ 3.70% ഇന്നലെ ഇടിഞ്ഞത്. ഇനി സുഹൃത്തുക്കൾക്ക് ആർക്കെങ്കിലും ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്മൾ അതിൻ്റെയും ലിങ്ക് നൽകിയിട്ടുണ്ട്, ജോയിൻ ചെയ്യാവുന്നതാണ്. ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് വാർത്തകളിലൂടെയാണ് നമ്മളിവിടെ കടന്നുപോയത്. എല്ലാ വാർത്തകളും ഏറ്റവും ഓതറൈസ്ഡ് ആയിട്ടുള്ള സൈറ്റുകളായ മണി കൺട്രോൾ, മിന്റ്, റോയിറ്റേഴ്സ്, CNBC, ഫിനാൻഷ്യൽ എക്സ്പ്രസ് തുടങ്ങിയ മാധ്യമങ്ങളിൽ നിന്നാണ് എടുത്തിരിക്കുന്നത്. മറ്റുള്ളവയെല്ലാം നമ്മുടെ വ്യൂസാണ്, ഒരിക്കലും അത് റെക്കമെൻഡേഷനായിട്ട് ആരും തന്നെ എടുക്കരുത്. എങ്കിൽ ഇന്നത്തെ വീഡിയോ ഇവിടെ പൂർത്തിയാവുന്നു. ഏവർക്കും നന്ദി.